ഇംഗ്ലണ്ടിന് വേണ്ടി റൂട്ട് ഫസ്റ്റ് ഇന്നിങ്സിൽ അടിച്ചത് അദ്ദേഹത്തിന് 37ാമത്തെ ടെസ്റ്റ് സെഞ്ചുറിയാണ്. 37ാമത്തെ ടെസ്റ്റ് സെഞ്ചുറി. നമുക്കറിയാം ഈ റൂട്ട്, ഓസ്ട്രേലിയയുടെ സ്റ്റീവ് സ്മിത്ത്, ന്യൂസിലാൻഡിൻ്റെ കെയ്ൻ വില്യംസൺ, ഇന്ത്യയുടെ വിരാട് കോഹ്ലി, ഇവരെ ഫാബുലസ് ഫോർ, അതായത് ഇവരുടെ കാലഘട്ടത്തിൽ ഏറ്റവും മികച്ച ക്രിക്കറ്റേഴ്സ് എന്ന ലെവലിൽ അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അതായത് ഇവരെ ആക്ച്വലി ഇവരുടെ ടെസ്റ്റ് ക്രിക്കറ്റ് വെച്ചിട്ടാണ് ഇവർ ഈ ഫാബ് ഫോർ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ടെസ്റ്റ് ക്രിക്കറ്റിലെ ആ ഒരു ടെമ്പർമെൻറ്റും ആ ഒരു സ്റ്റൈലും കൺസിസ്റ്റൻസി എല്ലാം വെച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവർ തമ്മിലാണ് ഒന്ന് താരതമ്യം ചെയ്തുകൊണ്ടേ ഇരുന്നത്. 2020 ഒരു പകുതിയിൽ ഈ സെഞ്ചുറികളുടെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ അന്ന് വിരാട് കോഹ്ലിക്ക് 27 സെഞ്ചുറിയാണുള്ളത്, സ്റ്റീവ് സ്മിത്തിന് 26, കെയ്ൻ വില്യംസിന് 21 സെഞ്ചുറി, ജോ റൂട്ടിന് 17 സെഞ്ചുറി മാത്രമേ ഉള്ളൂ. ഈ ഫാബ് ഫോറിൽ ഏറ്റവും പിന്നിൽ നിന്ന ആളാണ് ജോ റൂട്ട്. ഇന്ന് 5 വർഷങ്ങൾക്ക് ഇപ്പുറം നോക്കുമ്പോൾ ഈ ഫാബ് ഫോറിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി അടിച്ച ആൾ ജോ റൂട്ടാണ്, 37 സെഞ്ചുറി. സ്റ്റീവ് സ്മിത്തിന് 36, കെയ്ൻ വില്യംസിന് 33, വിരാട് കോഹ്ലി 30 സെഞ്ചുറി മാത്രം റിട്ടയർഡ് ഇനി മത്സരത്തിന് ഇല്ല. അതായത് ഈ 5 വർഷം കൊണ്ട് വിരാട് കോഹ്ലി വെറും 3 സെഞ്ചുറി മാത്രമേ നേടിയിട്ടുള്ളൂ. എന്നാൽ ജോ റൂട്ട് ഈ 5 വർഷം കൊണ്ട് 20 സെഞ്ചുറിയാണ് അടിച്ചു കൂട്ടിയിരിക്കുന്നത്. 20 സെഞ്ചുറി. അപ്പോൾ ഈ എത്ര മാത്രം അദ്ദേഹം മുന്നോട്ട് കയറി വന്നു ആലോചിച്ചു. ഫാബ് ഫോർ എല്ലാം മാറി ഓൺലി 1 എന്ന ലെവലിലേക്ക് ജോ റൂട്ട് എത്തിച്ചു. ജോ റൂട്ട് തീർച്ചയായും സച്ചിൻ്റെ ടെസ്റ്റ് ക്രിക്കറ്റിലെ എല്ലാ റെക്കോർഡുകൾക്കും ഭീഷണി തന്നെയാണ്. ഏറ്റവും കൂടുതൽ റൺസ് എന്ന ആ ഒരു റെക്കോർഡ് ഇനി 22,500 റണ്ണും കൂടി മതി. ഈ ഫോമിൽ പോവുകയാണെങ്കിൽ ജോ റൂട്ടിനെ സംബന്ധിച്ച് 2 വർഷം 2 വർഷം സിമ്പിളായിട്ട് അദ്ദേഹം കളിക്കും. പിന്നെ 37 സെഞ്ചുറി, സച്ചിൻ 51 സെഞ്ചുറിയാണ്. 15 സെഞ്ചുറി കൂടി എടുത്തു കഴിഞ്ഞാൽ അതുമായി സാധ്യതയില്ലാതില്ല അതും തകർക്കാൻ. പിന്നെ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ ക്യാച്ച് എടുത്ത റെക്കോർഡും ജോ റൂട്ട് ഇന്നലെ സ്വന്തമാക്കി. അങ്ങനെ ടെസ്റ്റ് ക്രിക്കറ്റിലെ ഒരുപിടി റെക്കോർഡുകളുമായിട്ടാണ് ഫാബ് ഫോറിലെ ഏറ്റവും മികച്ച താരമായ ജോ റൂട്ട് സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത്.